ജനിച്ച് വളർന്നതൊക്കെ ചെന്നൈയിലായതുകൊണ്ട് ഈ സാമ്പാർ റൈസ്, കേർഡ് റൈസ് അല്ലെങ്കിൽ രസം റൈസിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും പൊട്ടറ്റോ ഫ്രൈ ആണ് കോമ്പിനേഷനായിട്ട് വീട്ടിലുണ്ടാവാറ്. അമ്മ അതാണ് ഉണ്ടാക്കി തരാറ്. പക്ഷേ വൺസ് ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഈ പൊട്ടറ്റോസൊക്കെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഇഡ്ഡലി പൗഡർ ഉണ്ടല്ലോ അതൊക്കെ ടോസ് ചെയ്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കും, പൊട്ടറ്റോ പൊടി മാസ്. അതാണ് ഇന്നത്തെ റെസിപ്പി. നമ്മളുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊട്ടറ്റോസ് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. നമ്മുടെ പൊട്ടറ്റോസ് ബോയിൽ ആയിട്ടുണ്ട്. സ്റ്റെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാനിനകത്ത് നമുക്ക് പ്രിഫേർഡ് ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ചെറുള്ളി. ഈ ചെറുള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി കിട്ടണം. എന്നാൽ ഈ പൊട്ടറ്റോസ് കൂടുതൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ക്രഞ്ചി ഫീൽ കിട്ടും ഈ ചെറുള്ളിയുടെ. ചെറുള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇടാം. അത് ടോസ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി പൊടി ഉണ്ടല്ലോ, നമ്മുടെ ചട്നി പൗഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി എന്ന് പറയാം, മുളകാപ്പൊടി എന്ന് പറയാം, അല്ലെങ്കിൽ കൺ പൗഡർ എന്ന് പറയാം. അപ്പം അതും കൂടി ഇട്ട് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടറ്റോ പൊടി മാസ് സെറ്റായിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ഫുൾക്ക, പിന്നെ കേർഡ് റൈസിൻ്റെ കൂട്ടത്തില്ലേ അൾട്ടിമേറ്റ് കോമ്പിനേഷൻ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.